ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖമൊക്കെയല്ലേ? നമുക്കിങ്ങനെ സുഖമായിട്ട് പോണ്. നമ്മുടെ ആദ്യം ബേബിക്ക് ഇന്ന് രാവിലെ എനിക്ക് പൊടങ്ങി ഭയങ്കര വാശിയാ. കൊറേ തല്ല് ബേബിന്ന് കിട്ടുന്നുണ്ട്. പിടുപിടുന്ന് തല്ല് എന്തുകൊണ്ടാ കിട്ടുന്നത്? ഇപ്പൊ വിളിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേജ് മോളെ മുന്നേ അമ്മാന്നായിരുന്നു, ഇപ്പൊ വിളിക്കുന്ന സ്റ്റേജ് മോളെ ചക്കരമുത്തേ. ഇക്ക് അതന്നെ ഇക്കമ്മ എന്തോ പഠിച്ചു വെച്ചേക്കാൻ കണ്ട. ഇതന്നെയാണ് പരിപാടി. രാവിലെ തുടങ്ങി എൻ്റെ അടുത്തുനിന്ന് വേറൊരു മനുഷ്യരുടെ അടുത്തേക്ക് അവൻ പോണില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ എന്ന് പറഞ്ഞ് കിട്ടും. അപ്പൊ അത് എന്ന് പറഞ്ഞ് കരയും അല്ലേ. നമ്മുടെ അബ്രൂനി ഉണ്ടല്ലോ, ഇപ്പൊ ഒരു സ്ഥലത്ത് ഇരുത്തി കഴിഞ്ഞാ കുറച്ചു നേരം കഴിയുമ്പോ നോക്കി കഴിയുമ്പോ ഒന്നെനിക്ക് കട്ടിലപ്പണിക്ക് എത്തിയിട്ടുണ്ടാവും. ജന്തുരു ജെറ്റ് പോലെ പോണവൻ ഒരു സ്ഥലത്ത് ഇരുത്തി കഴിഞ്ഞാ അവിടുന്ന് ഒറ്റ ഓട്ടാണ്. നമുക്കിപ്പോ ഓടി എത്താൻ പറ്റുന്നില്ല. ഒരു സാധനം പിടിച്ചു കഴിഞ്ഞാൽ അത് പിടിയും പിടില്ല. നമ്മളെത്രയാലും മുന്നേ ആദ്യം എത്തിയിട്ടുണ്ടാവും. ആദ്യം എത്തണേലും മുന്നേ നമ്മളെത്തണം. ഒരു ഓട്ടം ഇവിടെ നടക്കണം. ഓട്ട മത്സരം. എങ്ങനെയോടാ ആദ്യം എവിടെ പോണേ? സിനിമയ്ക്ക് പോണതോ പോയി സിനിമയ്ക്ക് പോയി വന്നു. അതോ ഇവിടെ അബ്രുകൂട്ടൻ ഇപ്പൊ പിടിച്ചു നിന്നു തുടങ്ങിട്ടാ. ഓട്ടം മാത്രല്ല, എല്ലാ സ്ഥലത്തും പിടിച്ചിങ്ങനെ നിക്കും. നടന്നു തുടങ്ങിയിട്ടില്ല, നിന്നും തുടങ്ങിയിട്ടില്ല. നിക്കാനുള്ള ശ്രമം ആള് ട്രൈ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ഒരു 2 സെക്കൻഡ് ഒക്കെ അങ്ങനെ കൈവിട്ട് നിൽക്കുന്നുണ്ട്. അല്ലാണ്ട് ഇങ്ങനെ നിന്ന് തുടങ്ങിയിട്ടില്ല, പിടിച്ച് നിന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കസേര തള്ളി നടന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവനെ നമ്മള് മറ്റേ പഴം അങ്ങനെ സാധനങ്ങളൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. നമ്മളിപ്പോ കഞ്ഞി, നമ്മള് സാധാ മനുഷ്യരായതുകൊണ്ട് കഞ്ഞി മറ്റേ പഴം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവൻ കഴിക്കും. പിന്നെ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ. അപ്പൊ നമുക്ക് ട്രൈ ചെയ്ത് കൊച്ചിന് ഉണ്ടാക്കി കൊടുക്കാമല്ലോ. വേറെ വേറെ ടേസ്റ്റുകളാണ് ഇവർക്ക് ഇഷ്ടം. ഒരു ദിവസം കൊടുത്ത സാധനം അടുത്ത ദിവസം ഇഷ്ടമല്ല. എന്ത് ദൈവേ ഡാൻസ് കളിക്ക്. ടാറ്റ കൊടുത്ത് ടാറ്റ. അതേ കൈകൂപ്പി. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. എല്ലാവരും എന്നിട്ട് പറയണ്ടേ തല്ലുകൂട്ട നടക്കണോക്കിയ കടിക്കുന്നു നിന്നെ. മാറിപ്പോടാന്ന് കാണിക്കണോക്കിയ കുറുമ്പാൻ ദേഷ്യപ്പെട്ടവനെ. നിന്റെ അവിടുത്തെ തള്ളി നീക്കണ്ടാ. വേറെ രക്ഷപ്പെട്ടോട്. അതാ അപ്പയ്ക്കൊരു കഷ്ണം പപ്പടം. അയ്യോ വളരെ വലുതാ. എന്താ വെച്ചാലും തീരും. വിഷത്ത് ഇത്ര തരല്ലെന്ന് മാത്രം. ഒത്തിരി പപ്പടം നല്ല ചോദിച്ചേ ഫുള്ള് തരാൻ ചോക്കി. കുഞ്ഞ കഷ്ണം ആമ്പടാ ഉരുട്ടിണ്ടടാ. ഇനി കൊടുക്കോ? അതാ ഇല്ലാന്ന് അത് പപ്പടം ഉണക്കമീൻ കൂട്ടി തിന്നുള്ളൂ എന്ന് പറയാം. എന്താ ചെയ്യാ? ഒരു പപ്പട കമ്പനി അല്ലെങ്കിൽ ഉണക്കമീൻ കമ്പനി തുടങ്ങേണ്ടി വരുന്നു. മുൻപ് ഞാൻ സ്കൂളിലേക്ക് കോളേജിലൊക്കെ പോകുമ്പോഴേ എന്ന് ഉണക്കമീൻ കൊണ്ടും ഉണക്കമീൻ ചതച്ചു കൊണ്ടും. അപ്പൊ പറയും നിന്റെ മീൻകാരനെ കൊണ്ട് കെട്ടിക്കുന്നത് പിള്ളേര്. അപ്പൊ അതുപോലെ ആദത്തിന് ഒരു മീൻകാരനാക്കണോന്നാണ് ഞാൻ വിചാരിക്കണേ. മീൻ മതി ആദത്തിന്. മീനും പപ്പടം. അതിന് മുടി വെട്ടണ ഇല്ല. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. മറ്റേ പപ്പടം ഉണക്കമീൻ കൊച്ചിന് ഭയങ്കര ഇഷ്ടം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പന് അങ്ങനെ തന്നെയാ. അപ്പന് ഒരു ലോഡ് പപ്പടം വേണം, ഒരു ലോഡ് ഉണക്കമീൻ വേണം. നമ്മള് കറിയിൽ ഉപ്പിട്ടാലും അപ്പം വീണ്ടും ഉപ്പിടും. ഉപ്പില്ല എന്ന് പറഞ്ഞു. പിന്നെ കൊച്ചിന് ഉപ്പില്ല ഇഷ്ടമില്ലാണ്ടിരിക്കും. അതുപോലെ തന്നെ അബ്രൂലും ഉപ്പില്ലാണ്ട് ചോറ് കൊടുത്തു കഴിഞ്ഞാൽ തിന്നില്ല. ഇത്തിരി ഉപ്പിട്ടാലോ ചോറിനുള്ളൂ, അല്ലെങ്കിൽ തിന്നില്ല. ആ പപ്പടം മാത്രമേ തിന്നെ ചോറിനാണ്ട്. ഞാൻ ഇത് താളം വിളിച്ച് നടക്കണം കാലം അല്ലേ? അതായിരുന്നു സമ്മതിച്ച. ഈ പപ്പടം കഴിഞ്ഞപ്പോ അമ്മയുടെ അടുത്ത് പോയി അടുത്ത പപ്പടം എടുക്കും. ചേട്ടൻ എന്ത് ചെയ്യുന്ന അതുപോലെ എനിക്ക്
ഇവനെന്ത് കൊടുത്താലും അത് ഇവര് വേണോട്ടാ. വെള്ളം കുടിച്ചു കഴിഞ്ഞ ബോട്ടില് കൊടുത്തത്. ഫുള്ള് കുടിച്ചു. ഇവന്റെ ബോട്ടിലെ വെള്ളം ഫുള്ള് കുടിക്കുന്ന ആളാരാ? ആരാ കുടിക്കണേ? നിന്റെ പേരെന്താ? നിന്റെ പേരെന്താ? വാട്ട് ഈസ് യുവർ നെയിം? പറയടാ. ആദ്യം ജോനു. ഇവന്റെ പേരെന്തിട്ടാ? ഉണ്ണിയുടെ പേരെന്തിട്ടാ? എന്നിട്ട് അവര് കൂർക്കെ. ഇന്ന് നമ്മുടെ വീട്ടിലെ സ്പെഷ്യലുകൾ ഞാൻ കാണിച്ചിടേ. എന്താണെന്നറിയോ? ഇത് നല്ല പിണ്ടിയും പയറും വെച്ചത്. നമ്മുടെ വീട്ടിലെ കാടുട്ടിൽ ഇത് പിണ്ടിയും കൊള്ളിയൊക്കെ ഇട്ടാൻ വെച്ച് വെക്കാറുണ്ട്. പക്ഷെ അതെനിക്ക് വലിയ ഇഷ്ടമാവാറില്ല. പക്ഷെ ഇവിടുത്തെ കറി നല്ലതാട്ടോ. വീട്ടിൽ വെക്കുന്നത് വലിയ ടേസ്റ്റ് ഉണ്ടാവാറില്ല. അത് പിണ്ടി കൊള്ളി അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ ഇട്ടാൻ വെച്ച് വെക്കാറുണ്ട്. ഇത് പയറിട്ട് വെക്കുന്നത് ഞാൻ കഴിച്ചിട്ടില്ല. ഇവിടെ വന്നിട്ട് പിന്നെ കഴിച്ചു തുടങ്ങി. പിന്നെ ദേ ഉണക്കമീൻ വറുത്തത്, പിന്നെ ദേ പപ്പടം വറുത്തത്, പിന്നെ എന്നിട്ടുള്ള പിന്നെ ദേ ഇത് നല്ല സാമ്പാറുണ്ട് കേട്ടോ. ഇനി അടുത്ത പരിപാടി ഫുഡ് അടിക്കൽ പരിപാടിയാണ്. പിള്ളേര് ഒരാളുടെ കുളി കഴിഞ്ഞു, അടുത്ത ആളെ കുളിപ്പിക്കണം. ഒരാൾ ചോറ് തിന്നിട്ടില്ല. ചോറ് കൊടുത്തപ്പോൾ ഡാൻസ് കളിച്ച് അവിടെ ഇരുന്നിട്ടുണ്ട്. ആദ്യം ഞാത്തിന് ഒന്നുകൂടി കൊടുക്കണം. ഈ സാധനം ഉണ്ടോ നമ്മൾ കറി വെച്ചത്. ഇതാണ് പിണ്ടി എന്ന് പറയുന്നത്. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തന്നതാണ്. ഇതാണ് നമ്മൾ കറി വെച്ചിട്ടുണ്ട്. ഇത് ശരീരത്തിന് വളരെ ഔഷധകരമായ ഒരു കാര്യം. ഇതിന് മുൻപ് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തേ യൂറിനറി ഇൻഫെക്ഷന് ഈ സാധനത്തിന്റെ ഉള്ളിലൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞു. അത് അടിച്ച് ജ്യൂസ് അടിച്ച് കുടിച്ചാൽ നല്ലതെന്ന് പറഞ്ഞു. ഞാൻ കുടിച്ചിട്ടുണ്ട് കേട്ടോ. അതന്നെ ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ട് പിന്നെ അതിപ്പിന്നെ എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ വന്നിട്ടില്ല. അപ്പൊ അതൊക്കെ ഉള്ളവര് വേണമെങ്കിൽ ട്രൈ ചെയ്തോ, നല്ലതാ. രണ്ടാമത്തെ പ്രാവശ്യം ഇത്തിരി തൈരും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന തൈരാട്ടാ. തൈരും ഇതും ഇങ്ങനെ മിക്സ് ചെയ്ത് ഇത്തിരി കൂടി തിന്നാം. നല്ലതല്ലേ? അതന്നെ ഹെൽത്തി. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ മടിച്ചിയാണ്. അതായത് എൻ്റെ ഭാര്യ മടിച്ചാണ്, അങ്ങനെയാണെന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ എല്ലാവരും അല്ല, ഒരാൾ പറഞ്ഞാണ്. പിന്നെ എന്താണ് 4-5 കുട്ടികളുണ്ടായിട്ട് 4-5 കുട്ടികളുള്ള ആളുകളുണ്ട്. അവർക്ക് ഞാൻ വായിക്കട്ടെ കമന്റ്. നിങ്ങൾക്ക് മാത്രമല്ല കുട്ടികളുള്ളത്, 4-5 ഉള്ള ആളുകളുണ്ട്. അവരൊന്നും ഈ ബുദ്ധിമുട്ടുകൾ പറയുന്നില്ല. നിങ്ങളുടെ ഭാര്യ നല്ല മടിച്ചിയാണ്, അതുകൊണ്ടാണ് ഇപ്പോഴും പറയുന്നത്. സ്വന്തം മക്കളെ നോക്കുമ്പോൾ ബുദ്ധിമുട്ട് പറയുന്ന അമ്മമാർ സ്നേഹമില്ലാത്ത അമ്മമാരാണ്. കുട്ടികളെ നോക്കി വീട് പണി എടുക്കുന്ന ആളുകൾ അത് കഴിഞ്ഞ് കൂലിപ്പണിക്ക് വരെ പോകുന്ന ആളുകളുണ്ട്. നിങ്ങളുടെ ഭാര്യയ്ക്ക് മാത്രമല്ല കുട്ടികളുള്ളത്, അത് നിങ്ങൾ മനസ്സിലാക്കി സംസാരിക്കൂ. നിങ്ങളുടെ ഭാര്യയ്ക്ക് ആകെ കൂടിയുള്ള പണി യൂട്യൂബ് ചാനലല്ലേ? അതുകൂടി കൊണ്ടു നടക്കാൻ ഭർത്താവിനെ കൂടി പണിക്ക് വിടാതിരിക്കുന്നു. എന്ത് കുഴിമടിച്ചാണോ തനിക്ക് കിട്ടിയിരിക്കുന്നത്? ഇതെന്തിട്ട് നിങ്ങൾ അല്ല, നിങ്ങളത് ഞാൻ പറയണില്ല. ഒരാളാണ് ഇത് പറഞ്ഞേക്കണ. ഇത് എന്തുകൊണ്ടാണ് പറഞ്ഞേക്കണേന്ന് എനിക്കറിയില്ല. സത്യമാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, മടിച്ചിന്ന് പറഞ്ഞാ ചെറിയൊരു മടി ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയണല്ല. എല്ലാവർക്കും ഉണ്ടാവും, എല്ലാവരുടേതായ. ചിലപ്പോ റെസ്റ്റ് എടുക്കും, മടി പിടിക്കും. അത് ചിലവർക്കൊക്കെ ഉണ്ടാവും, ചിലർക്ക് ഉണ്ടാവില്ല. ചിലവര് ഫുൾ ടൈം പണിയെടുക്കണവരായിരിക്കും, ചിലവര് പണിയെടുക്കാത്തവരായിരിക്കും, ചിലവര് കുറച്ച് പണിയെടുക്കണവരായിരിക്കും. അപ്പൊ ഓരോരുത്തര് ഓരോ വ്യത്യസ്തങ്ങളാണ് എല്ലാവരും. അതിന് നിങ്ങൾ മടിച്ചി എന്ന് തന്നെ പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോ എന്തിനാണ് രാവിലെ എനിക്ക് ഇവിടെ കിടന്ന് കെട്ടിയവനെ കൊണ്ട് പിള്ളേരെ കുളിപ്പിച്ച് എന്തിനാണ് അവർക്ക് ഫുഡ് കൊടുപ്പിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ ആളെ കൊണ്ട് ചെയ്യിപ്പിച്ച് ഫോൺ നോക്കിയിരിക്കുന്ന ആളല്ല ഞാൻ. എൻ്റെതായ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ വീട്ടിലെ പണികളായിരിക്കും. വീട്ടിലെ പണികൾ എനിക്ക് പറ്റണ പോലെ ഞാൻ ചെയ്യുന്നുണ്ട്. പറ്റണ സാഹചര്യം ആണെങ്കിൽ ചെയ്യുന്നുണ്ട്, പറ്റാത്ത സാഹചര്യം ആണെങ്കിൽ ചെയ്യണില്ല. പറ്റണ പോലെയുള്ള ഒരു മനുഷ്യൻ ചെയ്യാൻ പറ്റുള്ളൂ, അത് ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് മാത്രല്ല കുട്ടികളുള്ളത്, അല്ല എല്ലാവർക്കും കുട്ടികളുണ്ട്. പണ്ട് കാലത്തൊക്കെ 5-6 കുട്ടികളെ 5-6 5-10 കുട്ടികളുണ്ട്. ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് അവരെങ്ങനെയാണ് നോക്കണേ. അവരൊക്കെ നോക്കാൻ വേണ്ടിട്ട് അവരവരുടെ വഴിക്ക് പോവും. അല്ലെങ്കിൽ അവരെ നോക്കാൻ അവരുടെ മുതിർന്ന പിള്ളേരുണ്ടാവും, മൂത്ത പിള്ളേരുണ്ടാവും. അങ്ങനെയാണ് പണ്ടുള്ളവർ നോക്കിയേ. മൂത്ത പിള്ളേര് ഇളയ പിള്ളേരെ നോക്കും, അടുത്ത പിള്ളേര്. നമ്മുടെ ഇവിടെ 10 പിള്ളേരുള്ളൊരു ചേട്ടനൊക്കെ ഉണ്ടല്ലോ, അവരെങ്ങനെ നോക്കണേ? കുഞ്ഞു പിള്ളേരാ, അവരുടെ മൂത്ത പിള്ളേരുകൾ അങ്ങനെ നോക്കും. പിന്നെ നമ്മള് മറ്റേ ഉണ്ണികളെ നോക്കണോണ്ട് ഞങ്ങള് ബുദ്ധിമുട്ട് ആരോടും പറഞ്ഞിട്ടില്ലേ. ഞങ്ങളുടെ പിള്ളേരെ നോക്കണം. അതായത് നമ്മുടെ വീഡിയോയില് നമ്മുടെ ഒരു എന്തിനാണ് പറയാ, നമ്മൾ ഫാമിലിയിലുള്ളവരോട് ഇപ്പൊ നമ്മുടെ വീടിന്റെ അടുത്തുള്ളവരോട് പറയാം ഇവര് എങ്ങനെയുണ്ട്. അപ്പൊ നമ്മൾ അവരുടെ ഗതികൾ പറയില്ലാത്തമാര് നമ്മളൊരു നിങ്ങളുടെ അത്രയുള്ള. യൂട്യൂബ് നിർത്താന്ന് പറഞ്ഞത് ഞങ്ങള്
ആത്മാർത്ഥമായിട്ട് പറഞ്ഞു തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ നമ്മൾ ഒരുപാട് ഇതാക്കി സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെ വീഡിയോ എടുക്കണം. അതിനിപ്പോൾ 5 കുട്ടികളുണ്ട് 10 കുട്ടികളുണ്ട് ഭാര്യ മടിച്ചാൽ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, നമ്മൾ സ്ട്രഗിൾ ചെയ്ത് എടുക്കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നല്ല വീഡിയോസ് എടുക്കുമ്പോൾ, അതായത് നമ്മൾക്ക് ഒരു നെഗറ്റീവ് ഇതുള്ള ക്യാപ്ഷൻ ഇടുമ്പോൾ മാത്രം ആൾക്കാർ ഓപ്പൺ ആക്കിയിട്ട് പറയും നിങ്ങളുടെ ക്യാപ്ഷൻ പൊട്ടയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് കുറ്റം പറയാൻ കുറച്ച് ആൾക്കാരുണ്ട്. നമ്മൾ നല്ലത് പറയുന്ന ആൾക്കാരെ നമ്മൾ എന്തിട്ടാണ് പറയാ, അവർക്ക് നമ്മൾ ഒരു കമന്റ് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോ 10,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ, കുറെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല. ഉള്ള സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ നല്ല കമന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പനെ താങ്ക് യു അല്ലെങ്കിൽ ഹാർട്ട് എന്തായാലും കമന്റ് നമ്മൾ എന്തായാലും വായിച്ചു നോക്കും. നല്ല നെഗറ്റീവ് കമന്റ് റിപ്ലൈ ചെയ്യാൻ അപ്പൊ പറ്റിയില്ലെങ്കിൽ എപ്പോഴെങ്കിലും ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. നെഗറ്റീവ് കമന്റിന് നമ്മൾ റിപ്ലൈ ചെയ്യാറില്ല, നമ്മളൊന്നും പറയാറില്ല, അവരെന്ത് വേണമെങ്കിലും പറഞ്ഞു നോക്കട്ടെ. പക്ഷെ ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞപ്പോ നമ്മള് എന്താ പറയാ, നമുക്ക് പറയണ്ടേ. അതായത് ഒരാൾ മടിച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്റെ ജോലി കളഞ്ഞത് എന്താന്ന് യൂട്യൂബ് നോക്കാനാണ്. അല്ല, ആ വീഡിയോയില് നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തിനാണ് നമ്മൾ ജോലി കളഞ്ഞതും നമ്മുടെ അതൊന്നും കണ്ടിട്ടുണ്ടാവില്ല, വെറുതെ ഒന്നും ഇങ്ങോട്ട് പറയണ് ഞാൻ യൂട്യൂബിൽ നീയുടെ വീഡിയോ മുഴുവൻ കാണണമെന്ന് നിർബന്ധമില്ല. അല്ല, അത് നീ ഇപ്പൊ അവര് അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല, അത് അവർക്ക് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ എന്തെങ്കിലും എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ പറയാം. അതിന് ഞാൻ എന്റെ സ്വന്തം ഇഷ്ടം കൊണ്ടാണ് എന്റെ ജോലി കളഞ്ഞത്, അല്ലാണ്ട് ഭാര്യ പറഞ്ഞിട്ടല്ല എന്റെ ജോലി ഞാൻ കളഞ്ഞത്. യൂട്യൂബ് നോക്കാൻ ഈ യൂട്യൂബ് നോക്കിട്ട് ജോലി കളഞ്ഞു വിട്ടിരുന്നു കഴിഞ്ഞാൽ പരിപാടി അല്ല, യൂട്യൂബ് നോക്കിയിട്ട് മാത്രം നമ്മുടെ ഒരു കാര്യം നടക്കില്ല. എന്നിട്ട് കാര്യം എന്നിട്ട് കാര്യങ്ങൾ നടക്കാ. ഇപ്പൊ യൂട്യൂബിൽ നിന്ന് നിങ്ങൾ വിചാരിക്കണമെങ്കിൽ ലക്ഷങ്ങൾ കോടികൾ കിട്ടണമെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് പണിക്കേണ്ട ആവശ്യമില്ല, ഒരു ഇരുന്നാൽ മതി. ഞങ്ങൾക്ക് അതിനൊന്നും കിട്ടുള്ളൂ, അത് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ യൂട്യൂബ് നിർത്താൻ വേണ്ടിയിട്ട് അല്ല, എന്തിനാണ് യൂട്യൂബ് നോക്കാൻ വേണ്ടിയിട്ട് കെട്ടിയോനെ പണിക്ക് നിർത്തി എന്നൊക്കെ പറയുമ്പോ നമ്മൾ മിണ്ടാണ്ടിരുന്നിട്ട് കാര്യമില്ല. പറയാനുള്ള അവകാശം നിങ്ങൾക്ക് ഉണ്ട്, പറയാം. നമുക്ക് പറയാനുള്ള അവകാശമുണ്ട്. അപ്പൊ നമ്മളെ കുറിച്ച് അങ്ങനെ ഒരു ഇത് വന്നപ്പോ നമ്മൾ പറഞ്ഞുള്ള. പിന്നെ അതില് 2-3 കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് നിർത്തണമെങ്കിൽ നിർത്തിക്കോ, പിന്നെ ഞങ്ങൾ ഓവറാണെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്, ഓരോരുത്തരുടെ അഭിപ്രായങ്ങളാണ്, അതൊന്നും നമുക്ക് പ്രശ്നമില്ല. ഇപ്പൊ ഈ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഈ കമന്റിലും ഇപ്പൊ ആള് പറഞ്ഞതിൽ ചെറിയ കാര്യങ്ങളില്ലാന്നില്ല നമുക്ക്. കാരണം കുറെ ആൾക്ക് പിള്ളേരുള്ളവരും കൂലിപ്പണിക്ക് പോയിട്ടും നടക്കുന്നുണ്ട്. നമ്മൾ ആരോടും പറഞ്ഞില്ല, നമ്മൾ പിള്ളേരുള്ളത് കൊണ്ട് നമ്മള് മറ്റേ ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെ നമ്മുടെ ഇതുകള് ഷെയർ ചെയ്യണം. അതായത് ഇപ്പൊ നമ്മളിപ്പോ അയൽക്കത്ത് ഇപ്പൊ അല്ലെങ്കിൽ നമ്മളെ കൂട്ടുകാരോട് പറയില്ല ഇങ്ങനെ എനിക്ക് കുറുമ്പുണ്ട് അങ്ങനെ, അത് നമ്മളും ഇപ്പൊ നമ്മളൊരു ഫാമിലി ആണല്ലോ, അപ്പൊ അത് നമ്മള് ഷെയർ ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഇപ്പോ അയ്യോ ഞങ്ങളിപ്പോ ഇതിനു വേണ്ടി ഇതാക്കണം അങ്ങനെ ആക്കണം എന്നൊന്നും നമ്മൾ പറഞ്ഞില്ല. നമ്മള് ഒരു തീരുമാനം എടുത്തു നമ്മളോട് പറഞ്ഞു, എല്ലാവരും സ്നേഹമുണ്ട്, നമ്മളെ വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ആ തീരുമാനം മാറ്റി. ഇന്നലത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു ഞങ്ങൾ യൂട്യൂബ് കണ്ടിന്യൂ ചെയ്യാം, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഈ കമന്റ് ഞങ്ങൾ ഇന്നലെയാണ് കണ്ടത്. ഇത് കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ തന്നെ ഈ കാര്യം ആ വീഡിയോയിൽ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട കാര്യമാണ്. പക്ഷെ അതൊരു എനിക്കൊരു എന്താ പറയാ, നമ്മളൊരു വേറെ ഇപ്പൊ നമ്മുടെ ആരെങ്കിലും നമ്മുടെ ബന്ധുക്കാരോ ആരെങ്കിലും ഒക്കെ ഈ വീഡിയോ കാണുന്നുണ്ട്, ഞങ്ങളുടെ ബന്ധുക്കാരും കാണുന്നുണ്ടാവും വീഡിയോസ്. അപ്പൊ കമന്റ് വായിച്ചു നോക്കുമ്പോ ഇങ്ങനെ ഒരു കമന്റ് കാണുമ്പോ എനിക്കിപ്പോ അവര് എന്ത് പറഞ്ഞാലും അതൊരു വിഷയമുള്ള കാര്യമില്ല. അല്ല, എന്നാലും ഞാൻ പറയണം, അത് നമുക്കൊരു ഹേർട്ടായി പോലെ തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. ചേട്ടൻ ഇപ്പൊ നമുക്ക് കമന്റ് ഇട്ടത് ആരാണെന്ന് നമുക്കറിയില്ല. എന്തായാലും ആള് നമ്മുടെ സബ്സ്ക്രൈബറാണ്, അത് ഉറപ്പുള്ള കാര്യം. ആള് കമന്റ് ഇട്ടോട്ടെ, പക്ഷെ നമുക്ക് ആളോട് പറയാനുള്ള കാര്യം ഇതാണ്. അപ്പൊ എന്നിട്ടാണ് പറയാ, നമ്മള് വലിയ വലിയ ആൾക്കാരൊന്നുമല്ല, ചെറിയ രീതിയിൽ ചെറിയ സന്തോഷങ്ങളും ചെറിയ ദുഃഖങ്ങളും ചെറിയ വിഷമങ്ങളും ഉണ്ട്, അത് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നു. അങ്ങനെയാണല്ലോ നമ്മൾ തമ്മിലൊരു റിലേഷൻ ആയത്, അതായത് ഒരു ബന്ധമായത്. അപ്പൊ അത്ര ഉള്ളു. പിന്നെ എന്തിനാ വേറെ പറയാനുള്ള മടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മടിയൊന്നും ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. മടിയൊക്കെ ഉണ്ട്, അത് ആവശ്യത്തിന് മടിയുണ്ട്, അനാവശ്യത്തിന് മടിയൊക്കെ ഉണ്ട്. മടിയില്ല എന്നൊന്നും അത് ഇല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല, ഞാൻ പറഞ്ഞില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞ മടി ഉണ്ടാവും, ചില കാര്യത്തിന് മടി ഉണ്ടാവും, ചില കാര്യത്തിന് മടി ഉണ്ടാവില്ല. നമ്മളെല്ലാം നമ്മുടെ വീഡിയോയില് ഇപ്പൊ നമ്മള് ഇങ്ങനെ പറയാ, നേരെ വെളുത്ത് വൈകുന്നേരമാണ് ഓരോ സെക്കൻഡുകളും നമ്മൾ വീഡിയോയില് കാണിക്കില്ല, നമ്മൾ കുറച്ച് ഭാഗങ്ങൾ കാണിക്കുള്ളൂ. അതിൽ മടിയുള്ള സമയങ്ങളുണ്ടാവും, ഇല്ലാത്തുണ്ടാവും, പണികൾ ചെയ്യണ കാര്യങ്ങളുണ്ടാവും, എടുക്കണില്ല. ഞാനും അതും കൂടിയിട്ട് ഇവിടേക്ക് പോയിട്ടാ സൂപ്പർ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഒരു വയസ്സായിട്ട് ആന്റി, അപ്പൊ ആന്റി വന്നിട്ട് ആദ്യത്തിനോട് ചോദിച്ചു, ആദ്യം കൂട്ടാ ഞാൻ നിന്റെ വീഡിയോ കാണാറുണ്ടെന്ന് പറഞ്ഞിട്ടാ. അത് കഴിഞ്ഞിട്ട് എന്നോട് വന്നിട്ട് ചോദിക്കുക, എന്താ മോനെ വീഡിയോ, എന്താ യൂട്യൂബ് നിർത്തണ, യൂട്യൂബ് കണ്ടിന്യൂ ചെയ്യ്,
നല്ല രസമല്ലേ, എനിക്ക് ഇവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഉണ്ണികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മളോട് കമന്റിലൂടെ ഒക്കെ പറഞ്ഞു. അപ്പൊ ആദ്യം ആ ആന്റി ഞങ്ങളോട് പറയണേ, ഞങ്ങൾക്ക് എനിക്ക് കമന്റ് ഒന്നും ഇടാറിയില്ല, എന്നാലും കമന്റ് ഒന്നും ഇടാറില്ല എന്നൊക്കെ പറഞ്ഞിട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ അതില്ല, ഞങ്ങള് പരമാവധി ശ്രമിക്കാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആളെന്നോട് പറഞ്ഞു നിങ്ങളെ കൊണ്ട് പറ്റണത് എന്താണോ അത് നമ്മൾ ചെയ്യുക, ഷെയർ ചെയ്യുക, അതൊരു ഫാമിലി എന്റർടൈൻമെന്റ് ആവട്ടെ എന്നൊക്കെ പറഞ്ഞു. നമ്മളൊക്കെ ഒരു പാർട്ട് ഓഫ് ഫാമിലി ആന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്കൊരു സന്തോഷമായി. ഒരുപാട് ആദ്യം ഓക്കെ ഇങ്ങനെ കളിച്ചിട്ട് പോകുന്നുണ്ടാ, അതിന് ക്ലൈമീസ് ഒക്കെ കൊടുത്ത് ആന്റിനെ ഹാപ്പിയാക്കി കിട്ടും. അപ്പൊ നമ്മള് എന്തായാലും എന്താ പറയാ ഫുള്ള് സ്ട്രോങ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകും. അത് നമ്മൾ പറഞ്ഞതാണ്. എന്നാലും ഞാൻ ഈ ഒരു കാര്യം സാഹചര്യം ഉള്ളത് കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇത്ര ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.